സെക്കൻഡ് വീക്കിലേക്ക് എത്തപ്പെട്ട മമ്മൂക്കയുടെ റീ റിലീസ് മൂവിയായ വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബിഗ് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രം സെക്കൻഡ് വീക്കിൽ എത്ര തിയേറ്ററിൽ ഓടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 തിയേറ്റർ ആയിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിവരം തെറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രം സെക്കൻഡ് വീക്കിൽ ഓടുന്നതിനെ കുറിച്ചുള്ള പുത്തൻ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നു. ആ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. കാരണം ഒരു റീ റിലീസ് ചിത്രത്തിന് നല്ല രീതിയിലുള്ള സെക്കൻഡ് വീക്ക് തന്നെയാണ് തിയേറ്ററിൽ കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ രാംദാസ്, തൃശ്ശൂർ ശോഭ സിറ്റി മാൾ, എറണാകുളം ലുലു മാൾ, എറണാകുളം ഫോറം മാൾ, തിരുവനന്തപുരം ലുലു മാൾ, ആറ്റിങ്ങൽ ഗംഗ, കൊല്ലം ജിമാക്സ്, കാലിക്കറ്റ് പാലക്സി, കാലിക്കറ്റ് മണ്ണൂർ ചിത്ര, കൊടുങ്ങല്ലൂർ ഡി സിനിമാസ്, കൊപ്പം സിൻഡിക്കേറ്റ്, മഞ്ചേരി കൈരളി, വളാഞ്ചേരി കാർത്തിക, വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റി എന്നിങ്ങനെ 14 തിയേറ്ററിൽ സെക്കൻഡ് വീക്കിൽ ഈ ഒരു ചിത്രം ഓടുന്നുണ്ട്. ആ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ തിയേറ്ററിൽ സെക്കൻഡ് വീക്കിൽ ഒരു ഷോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വലിയ സിനിമകൾ, പാനൽ സിനിമകൾ ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കൈരളിയിൽ കണ്ടുമടുത്ത വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം സെക്കൻഡ് വീക്കിലും തിയേറ്ററിൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇന്നിതാ വല്യേട്ടൻ എന്ന ചിത്രത്തെക്കുറിച്ച് ഒരു പുത്തൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ചിട്ടാണല്ലോ ചിത്രത്തിന്റെ 4K റീമാസ്റ്ററിംഗ് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ കണ്ട സമയത്ത് 4K വേർഷന് മികച്ചൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ ആ ഒരു ക്വാളിറ്റിയിൽ ചിത്രത്തിന് ഇതാ വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. നല്ലൊരു തുകയ്ക്ക് ചിത്രത്തിന്റെ 4K വേർഷൻ ഒരു OTT ടീം റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ മുടക്കുമുതൽ തിരികെ പിടിച്ച 4K വേർഷൻ ഇതാ OTT റൈറ്റ്സിലൂടെ വീണ്ടും വല്യേട്ടൻ നിർമ്മാതാക്കൾക്ക് ലാഭം നേടിക്കൊടുക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ആ ഒരു OTT റൈറ്റ്സ് കാര്യങ്ങളെല്ലാം എത്രയാണ്, ആരാണിത് സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.